കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ആർമേഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡിലെ 1213 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഫിക്സഡ് ടൈം ബേസിലാണ് നിയമനം. ആദ്യം 1 വർഷത്തേക്കായിരിക്കും നിയമനം, പിന്നീട് അത് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാമെന്നും പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവരിലേക്ക് ജൂലൈ 25 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ITI കഴിഞ്ഞവർക്ക് മാത്രമായിട്ട് 1005 ഒഴിവുകളുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജൂനിയർ ടെക്നീഷ്യൻ ആദ്യത്തെ 1005 ഒഴിവുകൾ, അത് ITI അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതാത് വിഷയങ്ങളിൽ ഇലക്ട്രീഷ്യൻ 84, ഇലക്ട്രോണിക് മെക്കാനിക് 69, ഇലക്ട്രോപ്ലേറ്റർ 4, ഫിറ്റർ ജനറൽ 400, ഫൗണ്ടറിമാൻ 31, ഫോദർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ 2, മെഷീനിസ്റ്റ് 216, മെക്കാനിക് മെയിൻ്റനൻസ് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് 23, OMHE 66, പെയിൻറ്റർ ജനറൽ 10, ക്വാളിറ്റി അഷുറൻസ് അസിസ്റ്റന്റ് 44, റിഗർ 1, വെൽഡർ 55 എന്നിങ്ങനെയാണ് IT കഴിഞ്ഞവർക്കുള്ള വേക്കൻസികൾ. പിന്നീട് ബാക്കിയുള്ള എക്സിക്യൂട്ടീവ് പോസ്റ്റുകളാണ്. അതിലേക്ക് 208 വേക്കൻസിയാണുള്ളത്. ജൂനിയർ മാനേജർ ആദ്യം, ഇലക്ട്രിക്കൽ 18, ഇലക്ട്രോണിക് 30, ഇലക്ട്രോണിക്സ് 30, HR 8, മെക്കാനിക്കൽ 92, മെറ്റലർജി 8, ഒഫീഷ്യൽ ലാംഗ്വേജ് 4, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 3, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 2. ഇതിലേക്ക് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് അതാത് വിഷയങ്ങളിലുള്ള BTech ആണ് വേണ്ടി യോഗ്യത. HR-ലേക്ക് MBA, HR അല്ലെങ്കിൽ PhD ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഒഫീഷ്യൽ ലാംഗ്വേജ് MA ഹിന്ദി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് BCom അല്ലെങ്കിൽ BA എക്കണോമിക്സ് ആണ് വേണ്ടി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും BTech ആണ് വേണ്ട യോഗ്യത. അടുത്ത അസിസ്റ്റന്റ് മാനേജർ ഫൈനാൻസ് 2, സിവിൽ 1, കമ്പ്യൂട്ടർ സയൻസ് 1, ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ 13, ഇലക്ട്രിക്കൽ 2, IT 3. ഇതിലേക്ക് വേണ്ട എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലുള്ള BTech ബിരുദമാണ് വേണ്ട യോഗ്യത. മാർക്കറ്റിംഗ് 7, PR ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ 1, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 1. ഇതിലേക്ക് ഫൈനാൻസിലേക്ക് MBA ഫിനാൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതേപോലെ പിന്നീടുള്ള കൺസൾട്ടൻ്റ് ആണ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 1, അഡീഷണൽ ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് 2, ഡെപ്യൂട്ടി ജനറൽ മാനേജർ കമ്പ്യൂട്ടർ സയൻസ് 1, സീനിയർ മാനേജർ സൈബർ ഫോറൻസിക് 1, സീനിയർ മാനേജർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് 1 എന്നിങ്ങനെയാണ് വേക്കൻസികൾ. ഇതിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനും EWSനും OBC കാൻഡിഡേറ്റ്സും 300 രൂപ ഫീസായിട്ട് നൽകണം. ബാക്കി എല്ലാവർക്കും അപേക്ഷാ ഫീസ് ഫ്രീ ആണെന്ന കാര്യം ഓർക്കുക. ഇതിലേക്ക് ടെസ്റ്റ് സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സെൻറ്ററുകളില്ല. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദാണ് കേരളത്തിന് അടുത്തുള്ള സെൻറ്ററുകൾ. ഏജ് ഗ്രൂപ്പ് പറഞ്ഞ ജൂനിയർ മാനേജർ, അതേപോലെ അസിസ്റ്റന്റ് മാനേജർ, ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റുകളൊക്കെ 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സീനിയർ മാനേജർ, DGM, AGM കൺസൾട്ടൻ്റ് പോസ്റ്റിലേക്ക് 65 വയസ്സ് താഴെ ആയിരിക്കണം പ്രായം പറഞ്ഞിട്ടുള്ളത്. സെലക്ഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും. സീനിയർ പൊസിഷൻസിന് ടെസ്റ്റ് ഉണ്ടാവില്ല, ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കേണ്ടത്. ജൂലൈ 25 അവസാന തീയതി. https:/avnl.co.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. താങ്ക് യു.